ഗായ്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരും ചെമ്മീനും കൊണ്ടൊരു ഒലത്താണ്. അതിലേക്ക് നമുക്ക് ചക്കക്കുരും ചെമ്മീനും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേപ്പിലയും വേണം വേണ്ടത്. അപ്പോൾ നമ്മൾ അടപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് ചീനച്ചട്ടി ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുകൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തായാലും ആഡ് ചെയ്യണം. ഗ്യാസിൻ്റെ പ്രശ്നത്തിനൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതാണ്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. സവാള അങ്ങനെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളെ ചെമ്മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെമ്മീനും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. വഴറ്റി വന്നതിന് ശേഷം നമ്മൾ ഈ പരിപ്പായിട്ടുണ്ട് നമ്മളെ മസാല അധികം വാടാൻ നിൽക്കണ്ട, ആവി തന്നെ കിടന്നത് വെന്തോളും. ആവശ്യത്തിന് നമുക്ക് ഇടിച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമായ ഇടിച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി വഴറ്റി ആ പച്ച സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേ ഇവിടെ നമ്മൾ അരപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചക്കക്കുരുവും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലവരൊക്കെ ചക്കക്കുരു കുക്കറിലിട്ട് വേവിക്കും. ഈ ചക്കക്കുരുവിന് അധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിലിടാൻ നിന്നില്ല, ആവി തന്നെ വേവിച്ചിടുക എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി നല്ല സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 1/4 മണിക്കൂറോളം ആവി കിടന്നൊന്ന് വേവട്ടെ. ഇടക്കിടക്കൊന്ന് അടിപിടിക്കാണ്ടിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മളെ ചക്കക്കുരും ചെമ്മീനും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.